അങ്ങനെ കേരളത്തിലെ മധുരക്കര എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ലക്ഷ്മി എന്ന പാവം വിധവയുടെ ജീവിതം അത്ര സുഖകരമൊന്നുമായിരുന്നില്ല. ആദ്യ ഭർത്താവ് മുരുകൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചതോടുകൂടി തന്നെ ലക്ഷ്മി ആകെ തകർന്നുപോയി. ആ ബന്ധത്തിൽ അവർക്കൊരു മകനുണ്ടായിരുന്നു, അരുൺ. പിന്നീട് മക്കളുടെ ഭാവിയോർത്ത് രാജേന്ദ്രനെ വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധത്തിലെ 6 പെൺമക്കളെയും ലക്ഷ്മിയെയും തരിച്ചാക്കി അയാളും രോഗം ബാധിച്ചങ്ങ് ഇല്ലാതായി. ഇപ്പോൾ 6 പെൺകുട്ടികളും മുരുകൻ്റെ മകൻ അരുണുമടങ്ങുന്ന വലിയൊരു കുടുംബത്തിൻ്റെ ഭാരം ആ ലക്ഷ്മിയുടെ ചുമതലയിലാണ്. ചെറിയൊരു വൈക്കോൽ കുടിയിൽ കഴിയുന്ന ലക്ഷ്മി വലിയ വീടുകളിൽ പാത്രം കഴുകിയും തുണി നനച്ചും കിട്ടുന്ന തുച്ഛമായ കാശും പഴയ ഭക്ഷണവും കൊണ്ടാണ് പട്ടിണി മാറ്റുന്നത്. അനിത, പ്രിയ, സുജി പിന്നെ മറ്റു 3 പേരും അടങ്ങുന്ന പെൺകുട്ടികൾ പാവങ്ങളാണ്. അവർ സ്കൂളിൽ പോകുമെന്നല്ലാതെ പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ല. അരുണിനെ അവർ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് കണ്ടിരുന്നത്. ലക്ഷ്മിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണെങ്കിലും എല്ലാവർക്കും അവൻ വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. അരുൺ നാട്ടിൽ ചെറിയ പണികൾക്ക് പോയി ലക്ഷ്മിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ലക്ഷ്മിയുടെ ജീവിതം കീഴ്മേൽ മറിയുന്നത്. മൂത്ത മകൾ അനിതയ്ക്ക് പെട്ടെന്ന് ക്ഷീണവും തലകറക്കവുമൊക്കെ തോന്നി. അവൾ തളർന്നു വീണു. ആദ്യം ലക്ഷ്മി ഇതത്ര കാര്യമാക്കിയില്ല എങ്കിലും അസുഖം കൂടിയപ്പോൾ അവളെ ഗ്രാമത്തിലെ ചെറിയ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവളെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് കേട്ട് ലക്ഷ്മി ആകെ തരിച്ചുപോയി. നിന്റെ മകൾ ഗർഭിണിയാണ്. ലക്ഷ്മിയുടെ രോഗം അവിടെ നിലച്ചുപോയി. കല്യാണം കഴിക്കാത്ത, പുറത്തു പോലും അധികം പോകാത്ത തൻ്റെ മകൾക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ലക്ഷ്മിക്ക് വിശ്വസിക്കാനായില്ല. ലക്ഷ്മി ദേഷ്യത്തോടെ അനിതയെ ചോദ്യം ചെയ്തു. നീ ആരോടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവളെ പൊതിരെ തല്ലി. പക്ഷേ അനിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരോടും സംസാരിക്കുകയോ ആരെയും കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കെന്താണ് പറ്റിയതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അനിതയുടെ കണ്ണുകളിലെ സത്യം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് തൻ്റെ മകൾ കള്ളം പറയില്ല എന്ന് മനസ്സിലായി. എന്നാൽ മാസങ്ങൾക്കപ്പുറം രണ്ടാമത്തെ മകൾ പ്രിയക്കും ഇതേ ലക്ഷണങ്ങൾ തന്നെ കണ്ടു തുടങ്ങി. ഡോക്ടർ വീണ്ടും അതുതന്നെ പറഞ്ഞു, ഇവളും ഗർഭിണിയാണ്. ലക്ഷ്മി ആകെ തകർന്നുപോയി. കൈകാലുകളൊക്കെ വിറച്ചു. പിന്നീട് മൂന്നാമത്തെ മകൾ സുജിക്കും ഇതേ അവസ്ഥയായിരുന്നു. 3 മക്കളും പറയുന്നത് ഒരേ കാര്യമാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. ലക്ഷ്മി ദിവസങ്ങളോളം കരഞ്ഞു പ്രാർത്ഥിച്ചു. തങ്ങളുടെ വീട്ടിൽ ആരും വരാറില്ല, മക്കൾ പുറത്തു പോകാറുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഒടുവിൽ ലക്ഷ്മി ധൈര്യം സംഭരിച്ച് മധുരക്കര കോടതിയിൽ നീതി തേടി ചെന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കരുണയോടെ കേൾക്കുന്ന രാമനാഥൻ എന്ന നീതിമാനായ ജഡ്ജിയുടെ മുന്നിലേക്കാണ് അവർ എത്തിയത്. കീറിയ വസ്ത്രങ്ങളും കണ്ണീരുമായി ലക്ഷ്മി ആ കോടതിയിൽ നിൽക്കുന്നത് കണ്ട് ജഡ്ജി ചോദിച്ചു, അമ്മേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് തന്നെ ലക്ഷ്മി മൗനമായി നിന്നു. കോടതിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അമ്മേ, ഇത് കോടതിയാണ്, ഇവിടെ തുറന്നു പറയൂ എന്ന്. എന്നാൽ ലക്ഷ്മി ജഡ്ജിയോട് പറഞ്ഞു, അതെ, എനിക്ക് താങ്കളോട് രഹസ്യമായിട്ടൊന്ന് സംസാരിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മാനം പോകും. ജഡ്ജിക്ക് അത്ഭുതം തോന്നിയെങ്കിലും ലക്ഷ്മിയുടെ സങ്കടം കണ്ട് അവരെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. ജഡ്ജി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, നിന്റെ സങ്കടം എൻ്റെയും സങ്കടമാണ്. ഈ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു ദുഷ്ടൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വലിച്ചു പുറത്തിടും. ലക്ഷ്മി തൻ്റെ ജീവിതം വിവരിച്ചു. ആദ്യ ഭർത്താവ് മുരുകൻ്റെ മകൻ അരുണിനെക്കുറിച്ചും രണ്ടാമത്തെ ഭർത്താവിനുണ്ടായ 6 പെൺമക്കളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ജഡ്ജി രാമനാഥൻ്റെ മുഖം ഗൗരവത്തിലായി. ഇതൊരു അമ്മയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഗ്രാമത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ജഡ്ജി ലക്ഷ്മിയോട് പറഞ്ഞു, അമ്മേ, 3 കുട്ടികളുടെ ജീവിതം നശിച്ച ശേഷമാണ് നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം തന്നെ നീ വന്നിരുന്നുവെങ്കിൽ ബാക്കി 2 പേർക്കെങ്കിലും ഈ ഗതി വരില്ലായിരുന്നു. എങ്കിലും സാരമില്ല, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. ലക്ഷ്മി തല കുനിച്ചുകൊണ്ട് അതെ, എനിക്ക് ആ ദുഷ്ടനെ കണ്ടുപിടിക്കണം. ജഡ്ജി ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം ഒരു പാവപ്പെട്ടവളെ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. നീ ഇപ്പോൾ സമാധാനമായി വീട്ടിലേക്ക് പോയിക്കോളൂ. ജഡ്ജി ഉടനെ തന്നെ വിശ്വസ്തനായ ഇൻസ്പെക്ടർ സെൽവനെ വിളിപ്പിച്ചു. വിവരങ്ങളൊക്കെ പറഞ്ഞു. സെൽവനും ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയി. ആ ദുഷ്ടൻ ആരാണ് എന്നും എപ്പോഴാണ് അവർക്കിടയിലേക്ക് വന്നത് എന്നും കണ്ടെത്താൻ അവരൊരു പദ്ധതിയിട്ടു. ലക്ഷ്മിയുടെ വീടിൻ്റെ മേൽക്കൂരക്കരികിലായി ഒരു നായയെ കെട്ടിയിടാൻ അവർ തീരുമാനിച്ചു. അന്ന് രാത്രി സെൽവൻ ലക്ഷ്മിയുടെ വീട്ടിലേക്കെത്തി വിവരം പറഞ്ഞു. മക്കൾ ആരും ഒരു ശബ്ദവും ഉണ്ടാക്കരുത്, എല്ലാം സാധാരണ പോലെ നടക്കട്ടെ. പോലീസുകാരെ വീടിന് ചുറ്റും ഒളിഞ്ഞിരുന്നു. ലക്ഷ്മിയും മക്കളും പേടിയോടുകൂടെ ഇരുന്നു. പാതിരാത്രിയായപ്പോൾ വീടിൻ്റെ മേൽക്കൂരയിൽ ഒരു നിഴൽ കണ്ടു. ഒരാൾ സാവധാനം മുറ്റത്തേക്ക് ചാടി. തൊട്ടടുത്ത നിമിഷം നായ ഉച്ചത്തിലങ്ങ് കുരക്കാൻ തുടങ്ങി. പോലീസുകാർ പാഞ്ഞു ചെന്നു. മുഖം മറച്ച ആ മനുഷ്യൻ ഓടാൻ നോക്കിയെങ്കിലും പോലീസ് അവനെ പിടികൂടി. അവൻ്റെ മുഖത്തെ കറുത്ത തുണി മാറ്റിയപ്പോൾ ലക്ഷ്മിയും മക്കളും അലറി വിളിച്ചുപോയി. അവർക്ക് കണ്ണ് ചിമ്മാൻ പോലും കഴിഞ്ഞില്ല. അത് വേറാരുമായിരുന്നില്ല, ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവിൻ്റെ മകൻ അരുൺ തന്നെയായിരുന്നു.
മക്കൾ ചേട്ടനെന്ന് വിളിച്ചവൻ, കൂടെ വളർന്നവൻ. പിറ്റേന്ന് കോടതിയിൽ അരുണിനെ ഹാജരാക്കി. ജഡ്ജി ഗൗരവത്തിൽ തന്നെ അവനോട് ചോദിച്ചു, ഈ ഗ്രാമത്തിലെ ഒരു പെണ്ണിന്റെ മാനത്തിൽ തൊട്ടാൽ മരണം വരെ ശിക്ഷ ലഭിക്കുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്ന്. ലക്ഷ്മി അരുണിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. നിനക്ക് നാണമില്ലേടാ? സ്വന്തം അനിയത്തിമാരെ പോലെ നീ കാണേണ്ട കുട്ടികളെയാണല്ലോ നീ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ പൊതിരെ തള്ളി. ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അരുൺ വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ലക്ഷ്മിയമ്മയാണ് എന്നെ വളർത്തിയത്. പക്ഷേ എൻ്റെ ഉള്ളിൽ അസൂയയും ദേഷ്യവും വളർന്നു വന്നു. മക്കൾ വളർന്നപ്പോൾ അവരുടെ സൗന്ദര്യം കണ്ട് എൻ്റെ ബുദ്ധി മാറി. ലക്ഷ്മിയമ്മയോട് ഞാൻ അനിതയെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ അത് തമാശയായി കണ്ടു തള്ളി. ഇവർ വിവാഹം കഴിഞ്ഞു പോകുമെന്ന് പേടിച്ച് ഞാൻ ഒരു പ്ലാൻ ഇട്ടു. ഗ്രാമത്തിലെ വൈദ്യൻ്റെ അടുത്ത് മയങ്ങാനുള്ള മരുന്ന് വാങ്ങിച്ചു. രാത്രി മേൽക്കൂര വഴി അകത്ത് കയറി എല്ലാവരെയും മയക്കും. എന്നിട്ട് ഞാൻ ആ ക്രൂരത ചെയ്യും. ആർക്കും ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചിറങ്ങും. പക്ഷേ ഈ നായ വന്നതോടുകൂടി തന്നെ എൻ്റെ പ്ലാനെല്ലാം പാളിപ്പോയി. കോടതിയിൽ അന്ന് കനത്ത നിശബ്ദയായിരുന്നു. ജഡ്ജി രാമനാഥൻ അരുണിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ലക്ഷ്മിയോട് അദ്ദേഹം പറഞ്ഞു, അമ്മേ, നിന്റെ മക്കളുടെ ജീവിതം ഞാൻ തിരിച്ചു നൽകും. ജഡ്ജിയുടെ മുൻകൈയിൽ ഗ്രാമത്തിലെ നല്ലവരായ 3 യുവാക്കളെ കണ്ടെത്തി അനിതയുടെയും പ്രിയയുടെയും സുജിയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. ലക്ഷ്മിയമ്മക്ക് പുതിയൊരു വീടും ജോലിയും ഉറപ്പാക്കി. അങ്ങനെ ഈ ഒരു കഥ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. അനീതിക്കെതിരെ ഒരിക്കലും മൗനം പാലിക്കരുത്. ശബ്ദമുയർത്തണം. നമ്മുടെ അവകാശത്തിനായി പോരാടണം. ഒരു പാവപ്പെട്ടനെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെയുണ്ടാവും.